ജനുവരി 1. ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നുവെന്ന് പരക്കെ അംഗീകരിക്കുന്ന അമേരിക്കയിലെ പ്രസിദ്ധമായ ജോർജിയൻ യൂണിവേഴ്സിറ്റിയുടെ നടക്കുന്ന 172ാമത് കോൺവക്കേഷൻ ഹാളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അല്പനേരം ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ കോൺവക്കേഷൻ ഹാള് വിദ്യാർത്ഥികൾ കൊണ്ടും അധ്യാപകരെ കൊണ്ടും വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അന്ന് ഒരു പുതിയ വത്സരത്തിന്റെ തുടക്കം കുറിക്കുന്ന ജനുവരി 1 ആ സമ്മേളന വേദിയിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേരുന്ന വ്യക്തി ആഗോള വ്യാപകമായി പരന്നുകിടക്കുന്ന കൊക്കക്കോള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ബ്രെയിൽ ഡെയ്സൺ ആയിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ വിപണി കണ്ടെത്താൻ ഇടവന്ന കൊക്കക്കോള കമ്പനിയെ വിജയത്തിലേക്ക് നയിച്ച ഒരു പരിവേഷം ബ്രെയിൽ ഡെയ്സന് അന്ന് ലോകത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രെയിൽ ഡെയ്സൺ സ്റ്റേജിലേക്ക് വരുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ അടക്കം പിടിച്ചിരിക്കുന്ന ആളുകള് ആയിരുന്നു ആ സെനറ്റ് ഹാളിലെ അന്നുണ്ടായിരുന്നത്. ഒരു താരപ്രഭ അന്ന് ബ്രെയിൽ ഡെയ്സന് ലോകത്ത് ഉണ്ടായി. ബ്രെയിൽ ഡെയ്സൺ സ്റ്റേജിലേക്ക് കടന്നു വന്നു. ഹർഷാരവം മുഴങ്ങി. ഉടനെ രംഗം ശാന്തമായി. എല്ലാവരും ബ്രെയിൽ ഡെയ്സനെ കേൾക്കാനും കാണാനും കൊതിച്ചിരിക്കുക. ഡെയ്സൺ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങി. നാം എല്ലാവരും വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ വിജയിക്കാൻ കൊതിക്കുന്നു, പരിശ്രമിക്കുന്നു. വിജയിക്കാൻ വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഡെയ്സൺ തുടർന്നു. ജീവിതത്തിൽ വിജയിക്കാൻ എന്താണ് വേണ്ടത്? പിൻ ഡ്രോപ്പ് സൈലൻസ്. ഉത്തരം പ്രതീക്ഷിച്ചിട്ടല്ല ഡെയ്സൺ അങ്ങനെ ചോദിച്ചത്. ഡെയ്സൺ തന്നെ തുടങ്ങാൻ വേണ്ടിയാണ് ആ ചോദ്യം തൊടുത്തുവിട്ടത്. ഡെയ്സൺ തുടർന്നു. ജീവിതം ഒരു അമ്മാനമാട്ടമാണ്. അമ്മാനമാടുക എന്ന് പറഞ്ഞാൽ അത് അഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു കലയാണത്. അല്പം വഴക്കം ഉണ്ടാകണം. ജീവിതം അങ്ങനെ ഒരു അമ്മാനമാട്ടമാണ്. 5 പന്തുകൾ കൊണ്ടുള്ള ഒരു അമ്മാനാട്ടം. 1ഉം 2ഉം പന്തുകൾ അമ്മാനാടാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാകും. 5 പന്തുകൾ ഒരേ സമയത്ത് എറിഞ്ഞ് കൈകളിൽ അത് ഇടമുറിയാതെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അഭ്യസിച്ചെടുക്കേണ്ട ഒരു കലയാണ്. ജീവിതം വിജയിക്കണമെന്ന് വരികിൽ 5 പന്തുകൾ കൊണ്ടുള്ള ഒരു അമ്മാനാട്ടത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. ഡെയ്സൺ വീണ്ടും ശ്രോതാക്കളോടായിട്ട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ജീവിതം വിജയിക്കണമെന്ന് വരികിൽ എടുക്കേണ്ട പന്തുകൾ ഏതൊക്കെയാണെന്ന്? ഏത് പന്തുകളാണ് നാം അമ്മാനാടി ബാലൻസ് തെറ്റാതെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട പന്തുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം ആരെ കയ്യുന്നില്ല. ഡെയ്സൺ വീണ്ടും ആ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് പറഞ്ഞു, 5 പന്തുകൾ ഇവയാണ്: ജോലി, ആരോഗ്യം, കുടുംബം, സുഹൃത്തുക്കൾ, ആത്മീയത. ഈ 5 പന്തുകൾ സമുചിതമായിട്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ അമ്മാനാടാൻ സാധിക്കണം ജീവിതത്തില്. അങ്ങനെ അമ്മാനാടി പന്ത് താഴെ വീഴാതെ ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആ കലയാണ് ജീവിതം. അതാണ് അഭ്യസിക്കേണ്ടത് എന്ന് ഡെയ്സൺ ആ വിദ്യാർത്ഥി സമൂഹങ്ങളോട് അന്ന് പറഞ്ഞു. അദ്ദേഹം തുടർന്നു. നിങ്ങളൊക്കെ വിദ്യാർത്ഥികളെ നോക്കിയാണ് അദ്ദേഹം പറയുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോ കഠിനാധ്വാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കണമെന്ന് വരികില് അതിൽ തെരഞ്ഞെടുക്കേണ്ട ഒരു പന്ത് ജോലിയാണ്. പക്ഷേ അതൊരു പന്തേ ആകുന്നുള്ളൂ. ഈ പന്തുകൾ 5ഉം ഒരേ തരത്തിലുള്ള നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളല്ല. ചില പന്തുകൾ റബ്ബർ പന്തുകളാണ്, മറ്റു ചിലത് ഫൈബർ പന്തുകളാണ്, മൂന്നാമത്തെ ചിലത് സ്ഫടിക നിർമ്മിതമാണ്. ഓരോ പന്തിനും കൊടുക്കേണ്ട രീതിയില് അതിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി അമ്മാനാടാൻ പഠിച്ചെങ്കിലേ ജീവിതം വിജയിക്കുള്ളൂ. തുടർന്നു ഡെയ്സൺ, ജോലി എന്ന് പറയുന്നത് ഒരു റബ്ബർ പന്താണ്. ആ പന്ത് അമ്മാനാടുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് താഴെ വീണാലും പരിഭ്രമിക്കണ്ട. അത് ഒരു കൈവഴക്കം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വീണ്ടും വന്നു ചേരും. ആ പന്ത് വീണെടുത്തു നിന്ന് പൊങ്ങും. ജോലി നമുക്ക് ലഭിക്കണം, നല്ല ജോലി തന്നെ ലഭിക്കണം. ഏതെങ്കിലും സംഗതി വശാല് നമുക്ക് ലഭിച്ച ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് ജീവിതം തകരവില്ല. വേറൊന്ന് കണ്ടുപിടിക്കണം, അതിലും കൂടി നല്ലതായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഡെയ്സൺ ജോലിയെ ഒരു റബ്ബർ പന്തിനെ സാദൃശ്യപ്പെടുത്തിയത്. അത് അത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. അബദ്ധം സംഭവിച്ചാലും കൈപ്പിഴവ് സംഭവിച്ചാലും ജീവിതത്തിലെ ജോലി നഷ്ടപ്പെട്ടാലും വിജയിക്കാം ജീവിതത്തിലെ. പക്ഷെ മറ്റു പന്തുകൾ അങ്ങനെയല്ല. ആരോഗ്യം അതൊരു ഫൈബർ പന്താണ്.
റബ്ബർ കൊണ്ടുണ്ടാക്കിയതല്ല അത് വീണാൽ, അത് പൊട്ടിയാൽ വളരെ ദുഷ്കരമാണ് അതിന്റെ പൊട്ടലുകള് അത് സുഖമാക്കാൻ. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ സാമാന്യ രീതിയിൽ ജീവിതത്തിന്റെ വിജയം വിഷമകരമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്ത ശാരീരിക ആരോഗ്യം എന്നതാണ്. ശരിയാണ്, വളരെ പ്രാധാന്യം ശാരീരിക ആരോഗ്യത്തിനുണ്ട്. പക്ഷെ ആരോഗ്യത്തിന്റെ നിർവചനത്തില് ശാരീരിക ആരോഗ്യം മാത്രമല്ല ഡെയ്സൺ ഉന്നം വെച്ചത്, മാനസികമായിട്ടുള്ള ആരോഗ്യവും. ശാരീരിക ആരോഗ്യം നഷ്ടപ്പെട്ടാലും മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താൻ സാധിച്ചാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അതിനൊന്നാം തരം ഉദാഹരണമാണ് 1982 വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മാക്സിമിലിയൻ കോൾബേ എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ വൈദികൻ. അദ്ദേഹം 45 വയസ്സ് 46 വയസ്സിൽ തന്നെ 80ഉം 85ഉം വയസ്സിന്റേതായിട്ടുള്ള ക്ഷീണം വരത്തക്ക വിധത്തില് ബുദ്ധിമുട്ടി, ഒരു വിധത്തിൽ പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് രോഗബാധിതനായി തീർന്നു. എങ്കിലും മാനസിക ആരോഗ്യം നിലനിർത്താൻ സാധിച്ചു. തന്റെ സഹ തടവുകാരന് വേണ്ടി ജീവിതം ഹോമിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. യാതൊരു തരത്തിലും പിറുപിറുപ്പ് കൂടാതെ എന്റെ സഹോദരന് വേണ്ടി എന്റെ ജീവൻ സമർപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം നഷ്ടപ്പെട്ട സ്ഥിതിയിലും മാക്സിമിലിയൻ കോൾബെക്കുണ്ടായി. അത് അദ്ദേഹത്തെ വിജയത്തിന്റെ പദവിയിലേക്ക് എത്തിച്ചു. ജോൺ പോൾ മാർപ്പാപ്പ 1982 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ശാരീരിക ആരോഗ്യം വേണം, നഷ്ടപ്പെടുത്തരുത്. പക്ഷേ അതോടുകൂടി തന്നെ മാനസികമായിട്ടും നമുക്ക് നല്ല ചിന്തകള്, പ്രോത്സാഹനജനകമായിട്ടുള്ള ചിന്തകള്, പ്രതീക്ഷ നൽകുന്ന ചിന്തകള്, അങ്ങനെ നിഷേധാത്മകമായ ചിന്തകൾ പകരം പ്രോത്സാഹനജനകമായിട്ടുള്ള, പ്രതീക്ഷ നൽകുന്ന, ദൈവത്തിൽ അർപ്പിതമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ജീവിത ശൈലി, ഇതൊക്കെയാണ് മാനസിക ആരോഗ്യത്തിന്റെ ഘടനകള്. ഇതുണ്ടെങ്കിലേ ആ ജീവിതം വിജയപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ഡെയ്സൺ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. മറ്റു 3 പന്തുകളും ഡെയ്സൺ പറഞ്ഞു വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. റബ്ബർ പന്ത് പോലെയോ അത് ഫൈബർ പന്ത് പോലെയോ അല്ല, അത് സ്ഫടിക നിർമ്മിതമാണ്. മറ്റ് 3 പന്തുകളും വിദ്യാർത്ഥികളെ, അതിൽ ആദ്യത്തെ പന്താണ് കുടുംബം. നമ്മൾ ജോലിക്ക് വേണ്ടിയോ നമ്മുടെ ആരോഗ്യത്തിന്റെ നിലനിർത്തുന്നതിന് വേണ്ടിയോ പരിശ്രമിക്കുമ്പോ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഉലയാനിട വന്നാൽ ജീവിതത്തിന്റെ വിജയം നിഷേധാത്മകമായിട്ടായിരിക്കും അത് ബാധിക്കുക. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങള് അതേ സമയത്ത് തന്നെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മറ്റ് പന്ത് കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ തന്നെ കുടുംബ ബന്ധങ്ങള് ആർജവത്വത്തോടുകൂടെ, അത് ആവേശത്തോടുകൂടെ അത് വളർത്തിയെടുക്കാൻ ഉള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ജനിച്ചു വളർന്ന കുടുംബത്തിന്റെ ബന്ധങ്ങളും അതിൽ പെടും, ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ കുടുംബ ബന്ധങ്ങളും അതിൽ ശരിയാണ്. ജനിച്ചു വളർന്ന കുടുംബങ്ങൾ ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സമൂഹമാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന വ്യക്തികൾക്കും ഈ പറയുന്ന പന്തിന്റെ അമ്മാനാട്ടം വളരെ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. ജീവിക്കുന്ന സമൂഹത്തിലുള്ള ആ ബന്ധങ്ങള് അത് ബാലൻസ് തെറ്റാതെ, ബാലൻസ് പിടിച്ചുകൊണ്ട് അത് ജീവിക്കാൻ സാധിച്ചെങ്കിലേ ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അന്ന് പ്രഗത്ഭനായിട്ടുള്ള ബ്രെയിൽ ഡെയ്സൺ ആ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റ് 2 പന്തുകളുണ്ട്. ആ 2 പന്തില് ഒരെണ്ണമാണ് സുഹൃത്ത് ബന്ധങ്ങള്. നാം ജീവിതത്തിലേക്ക് വളരെ പടിപടിയായിട്ട് ഉയർന്നാലും നമുക്ക് ആവശ്യം വേണ്ട ബന്ധങ്ങൾ സമൂഹത്തിൽ പുലർത്താൻ വേണ്ടിയുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. ആ ശ്രദ്ധയിൽ നമുക്ക് പാളിച്ച പറ്റിയാൽ ജീവിതത്തിന്റെ വളർച്ച, ജീവിതത്തിന്റെ വിജയം അത് സാധ്യമാകാൻ വിഷമമാകും എന്ന ആശയം ജീവിതം വിജയിപ്പിച്ച ആ ഡെയ്സൺ വിദ്യാർത്ഥികളോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് വിവരിക്കുകയാണ്. അവസാനമായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പന്തിനെപ്പറ്റി ഡെയ്സൺ പറഞ്ഞു. ആത്മീയത എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തത്. എന്തെല്ലാം നമ്മൾ നേടിയാലും സത്യത്തിലെ ആത്മാവാകുന്ന പന്ത് പൊട്ടിത്തകർന്നു പോയാൽ
ആ ജീവിതം പാഴായി. ലോകം മുഴുവനും നേടിയാലും ലോകഗുരു യേശുക്രിസ്തു നമ്മോട് പറയുന്നത് ഈ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എത്രയോ പ്രസക്തമാണ് ഡെയ്സിന്റെ ആ വാചകമെന്ന് മനസ്സിലാകും. ലോകം മുഴുവനും നേടിയാലും ഓരോരുത്തർക്കും ലഭ്യമായിരിക്കുന്ന ജീവിതത്തിന്റെ തനിമ, അതിന്റെ ആത്മീയത, അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് ലോകഗുരുവായിരിക്കുന്ന യേശുനാഥൻ നമ്മോട് ചോദിക്കുന്നു. അതിൽ നിന്നുള്ള ഊർജം, അതിൽ നിന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് അനുഭവിച്ചത് കൊണ്ടായിരിക്കണം ഡെയ്സൺ അങ്ങനെ പറഞ്ഞത്. ആത്മീയത ആകുന്ന പന്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ നാം കൈകാര്യം ചെയ്യണം. ഈ മറ്റു 4 പന്തുകളും കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആധ്യാത്മികമായ പന്തും കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മറക്കരുത് എന്ന വിദ്യാർത്ഥി സമൂഹത്തിനോട് കൊക്കക്കോള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി ലോകപ്രശസ്തനായി തീർന്ന ബ്രെയിൽ ഡെയ്സൺ ആ സെനറ്റ് ഹാളിലെ ശ്രോതാക്കളായിട്ട് അന്ന് ഒരു ജനുവരി മാസം 1-ാം തീയതി പറഞ്ഞത് എന്റെ ശ്രദ്ധയിലേക്ക് വന്നതാണ്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത്. നമ്മളും ജീവിക്കണം, അത് വിജയിക്കുകയും വേണം. വിജയത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു ആരംഭത്തിന്റെ തുടക്കമാണ് ആയിട്ട് നമുക്ക് കരുതാം ഒരു വർഷത്തിന്റെ ആദ്യത്തെ ദിവസം. നമ്മുടെ ജീവിതത്തിലും വിജയിക്കാൻ വേണ്ടെങ്കിൽ ത്യാജഗ്രാഹ്യ ബുദ്ധിയ ചിലത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടുകൊണ്ട് തള്ളേണ്ടത് തള്ളിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ അമ്മാനാടേണ്ട പന്തുകളെ പറ്റിയിട്ട് അവബോധം നമുക്കുണ്ടാകണം. കലാപരമായിട്ട് അമ്മാനമാടാൻ നമുക്ക് സാധിക്കണം. മൃദുവായ രീതിയിൽ അഭ്യസിച്ചെടുക്കണം. അത് അഭ്യസിച്ചെടുക്കുമ്പോഴേ ജീവിതത്തിന് താളം തെറ്റാതെ വിജയത്തിന്റെ പടവികൾ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ജീവിതം വിജയിക്കണമെന്ന് വരികിലേ ചില കാര്യങ്ങള് നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടി തന്നെയല്ലേ ഇന്നത്തെ സുവിശേഷം എന്ന് എനിക്ക് തോന്നിപ്പോയി സുവിശേഷത്തിന്റെ വായന പറ്റപ്പോ. സുവിശേഷം എന്താ നമ്മോട് പറയണത്? പാവപ്പെട്ട ആട്ടിടയന്മാര് അവരൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലെ പതിവ് പോലെ അവര് മരച്ചുവട്ടിൽ ഇരുന്ന് അവർ വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തോ ആരവം ആകാശത്തു നിന്നുണ്ടാകുന്നു. ശ്രദ്ധിച്ചു, അവര് വളരെയേറെ ശ്രദ്ധിച്ചു. സംഗീതമാണ് ഒഴുകുന്നത്, വളരെ ശ്രുതിമധുരമായിട്ടുള്ള സംഗീതം. വളരെ ശ്രദ്ധിച്ചു പാവപ്പെട്ട ആട്ടിടയന്മാര്. സംഗീതം നിർന്നു. അവർ പരസ്പരം ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് വലിയ പഠനമൊന്നുമില്ല, അവർക്ക് കലാലയ വിദ്യാഭ്യാസം ഉണ്ടാകാൻ വഴിയില്ല. അവർക്ക് തമ്പുരാൻ കൊടുത്തിരിക്കുന്ന യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് അവർ ചിന്തിച്ചു, ഇതിലെന്തെങ്കിലും സാങ്കത്യമുണ്ടോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവരന്വേഷിച്ചു പുറപ്പെട്ടു. സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയപ്പോ അതിന്റെ പുറകെ ആ പാവപ്പെട്ട ആട്ടിടയന്മാര് അവർ പുറപ്പെട്ടു. കണ്ടെത്തി ശിശു അമ്മയോടൊത്ത് ശയിക്കുന്നതായിട്ട് കണ്ടു. അവിടെ ചെന്നു കാര്യങ്ങൾ കണ്ട ആ മാത്രയിലെ അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ ആസ്വദിക്കാൻ സാധിക്കാത്ത അത്രയേറെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടായി. ഈ അനുഭവമാണ് നാട്ടിൽ മുഴുവനും അവർ പരത്തിയതെന്നാണ് ഇന്ന് സുവിശേഷം പറയണത്. അവരോട് ബന്ധപ്പെട്ടവരോടും അവരെ കാണുന്ന ആളുകളോടും അവരുടെ യജമാനന്മാരോടും നാട്ടിലും മുഴുവനും പരത്തിയത് അവർ കണ്ട ആനന്ദകരമായിട്ടുള്ള ശുഭമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത അവർ നാടുമെങ്ങും പരത്തി. ജീവിതം വിജയിക്കാൻ ഈ തരത്തിലുള്ള ഒരു ജീവിത ശൈലിയും കൂടി കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും അപാകത കണ്ടാൽ, ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആളുകൾക്ക് അബദ്ധം പറ്റിയാൽ ഈ അബദ്ധം പൊലിപ്പിച്ച് അത് പരത്താൻ ഇടവരാതെ ആളുകൾക്ക് ഉന്മേഷം, ആളുകൾക്ക് ആവേശം, ആളുകൾക്ക് നന്മ പകരാൻ, ആർജവത്വം കൊടുക്കാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങൾ പറയാനുള്ള ഒരു പരിശ്രമം നമുക്ക് ഇന്നേ ദിവസം പ്രത്യേക രീതിയിൽ ആരംഭിക്കുന്നത് നല്ലതാണ്. ഈ നേരത്തെ പറഞ്ഞ ഡെയ്സന്റെ 5 പന്തുകളോടുകൂടെ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവണത എന്ന നിലയിൽ നല്ല കാര്യങ്ങൾ, ആളുകൾക്ക് ഉത്തേജനം നൽകാൻ സാധിക്കുന്ന ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ പറ്റിയിട്ടും നമുക്ക് നമ്മെ പറ്റിയിട്ടും പരസ്പരം പങ്കുവെക്കാൻ നമ്മുടെ ഇടവരുന്നൊരു ശൈലി നമുക്ക് ജീവിതത്തിൽ കരുപിടിപ്പിക്കാൻ ഇന്നേ ദിവസം കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ പുതിയതായി നമുക്കായി തുറന്നു വന്നിരിക്കുന്ന ഈ പുതുവത്സരത്തിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം,
ശുഭമായി തീരുന്നതിന് വേണ്ടി, ജീവിതം വിജയിക്കുന്നതിന് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ വേണ്ടി പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യാം. ഈ 5 പന്തുകളും കൈകാര്യം ചെയ്യാൻ ഓരോരുത്തരും പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ ആ പരിശ്രമത്തിന് വേണ്ടി സഹായിക്കാനുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ട് എന്നും കൂടിയും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകരമായിട്ടുള്ള ഒരു പുതുവത്സരം ഞാൻ നിങ്ങൾക്കായി നേരുന്നു.